ഹരേ കൃഷ്ണ. തുളസിറാമിന് ഭക്ത ഹനുമാൻ ദർശനമരുളുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് തുളസിറാം ബ്രാഹ്മണന്റെ പാദത്തിൽ നിന്നും തൊട്ടു തൊഴുതുകൊണ്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ആ കരം വേർപെടുത്തിക്കൊണ്ട് വേദരാമദീക്ഷിതരുടെ ഗൃഹത്തിനുള്ളിലേക്ക് ഹനുമാൻ ഓടിക്കയറി. പക്ഷേ തുളസിറാം വിട്ടില്ല. ബ്രാഹ്മണോത്തമനെ പിന്തുടർന്നുകൊണ്ട് ആ ഗൃഹത്തിനുള്ളിലേക്ക് ഓടിക്കയറി തുളസിറാം. അദ്ദേഹത്തെ പിന്തുടർന്ന് തുളസീദാസൻ ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഹനുമാൻ, അങ്ങ് ആരാണെന്ന് നീയുള്ളവൻ അറിയുന്നു. ദയവായി അടിയനോട് കരുണ കാണിക്കൂ. രാമദർശന സൗഭാഗ്യമുണ്ടാകുവാൻ അനുഗ്രഹിക്കൂ ഹനുമാൻ എന്നപേക്ഷിച്ചു. അടുത്ത ക്ഷണത്തിൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അന്തർധാനം ചെയ്തു. എന്നിട്ടും തുളസിറാം നിരാശപ്പെട്ടില്ല. എന്നെങ്കിലും തൻ്റെ ഹൃദയാഭിലാഷം സഫലമാകാതിരിക്കില്ലെന്ന് അയാൾ വിശ്വസിച്ചു. ഈ അനുഭവം പല ദിവസങ്ങളിലും ആവർത്തിക്കപ്പെട്ടു. ഒരു ദിവസം രാമായണ പാരായണ വേളയിൽ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ വസനാഗ്രഹം കൊണ്ട് തൻ്റെ കയ്യിൽ ബന്ധിച്ചു. രാമായണ പാരായണം കഴിഞ്ഞപ്പോൾ ഭക്തന്മാരെല്ലാം എഴുന്നേറ്റു. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പന്തലിൽ നിന്നും ഇറങ്ങി അതിവേഗത്തിലോടി. തുളസീദാസനും ബ്രാഹ്മണനോടൊപ്പം ഓടി. പക്ഷേ ബ്രാഹ്മണന്റെ വേഗത്തിലുള്ള ഓട്ടം മൂലം തുളസീറാമിനു ഒപ്പമെത്താൻ കഴിയാതെ അയാൾ നിലത്ത് വീണു. തുളസീദാസിനെയും വലിച്ചിഴച്ചുകൊണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഓട്ടം തുടർന്നു. ശരീരമാസകലം മുറിഞ്ഞ് രക്തം വലിച്ച് വേദന അനുഭവപ്പെട്ടെങ്കിലും തുളസിറാം ഹരേ രാമ എന്ന് മനസ്സുരുകി രാമജപങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു. തുളസീദാസനെയും വഹിച്ചുകൊണ്ട് കാനനത്തിലെത്തിച്ചേർന്ന ബ്രാഹ്മണൻ ആഞ്ജനേയ രൂപം തുളസീദാസിന് ദർശനത്തിൽ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തുളസിറാം പറഞ്ഞു, മഹാപ്രഭു, അങ്ങയുടെ പുണ്യദർശനം സിദ്ധിച്ച അടിയൻ മഹാഭാഗ്യവാനാണ്. ദയവായി സീതാരാമ ദർശന സൗഭാഗ്യം സിദ്ധിക്കുന്നതിനുള്ള അനുഗ്രഹം കൂടി അടിയന് അരുളി ചെയ്താലും. ഹരേ കൃഷ്ണ.